നമസ്കാരം. മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഗായികയാണ് റിമി ടോമി. സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ്. റിമിയുടെ ട്രാൻസ്ഫോർമേഷൻ പലർക്കും അത്ഭുതമാണ്. അത്രമാത്രം മാറ്റം ഗായികയ്ക്ക് വന്നിട്ടുണ്ട്. തന്റെ വർക്കൗട്ട് ഡയറ്റിംഗ് വീഡിയോകൾ റിമി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ട്. റിമി ടോമി ശരിക്കും ഒരു പ്രചോദനമാണ്. ചിരിക്കുന്ന റിമിയുടെ മുഖം നൽകുന്ന പോസിറ്റിവിറ്റി ഒന്ന് വേറെ തന്നെയാണ് എന്ന് ആരാധകർ പറയാറുണ്ട്. ഇത്ര വർഷക്കാലവും റിമിയെ പ്രേക്ഷകർ ഒരേ ഹൈപ്പിൽ തന്നെ ഏറ്റെടുക്കാൻ കാരണം ആവർത്തന വിരസതയില്ലാത്ത സംസാരമാണ്. ഏറെ പ്രതിസന്ധികൾ അതിജീവിച്ചാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് റിമി എത്തിയത്. അതേസമയം താരം നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നു കാണാൻ ആരാധകർ ഏറെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ചില കമന്റുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഗായിക എന്ന് മാത്രം പറഞ്ഞ് റിമി ടോമിയെ ചെറുതാക്കി കളയാനാകില്ല. കാരണം അവതാരക, അഭിനേത്രി, മോഡൽ എന്നിങ്ങനെ സർവകലാവല്ലഭയാണ് താരം. വിവാഹമോചനത്തിന് ശേഷം ഗംഭീരമായൊരു തിരിച്ചുവരവാണ് താരം നടത്തിയത്. റിയാലിറ്റി ഷോ അവതാരകയായും വിധികർത്താവായും മിനിസ്ക്രീനിൽ നല്ലൊരു സ്ഥാനം തന്നെ റിമി ഉറപ്പിച്ചിട്ടുണ്ട്. റിമിയുടെ കിടിലൻ മേക്ക് ഓവർ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയാകാറുമുണ്ട്. റിമിയുടെ വിവാഹമോചനം മലയാളികളെ ഏറെ ഞെട്ടിച്ചിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് റിമി ചിന്തിക്കുന്നില്ല എന്ന ചോദ്യം ഏറെ നാളായി മലയാളികൾ പരിഭവങ്ങളായി ചോദിക്കാറുണ്ട്. എന്നാൽ വിവാഹത്തെക്കുറിച്ച് ഉടനെ ചിന്തിക്കുന്നില്ലെന്നാണ് റിമി പറഞ്ഞിട്ടുള്ളത്. എല്ലാവരുടെയും മനസ്സിൽ പ്രണയമുള്ളതുപോലെ തനിക്കും പ്രണയമുണ്ടെന്ന് പറഞ്ഞ റിമി ആരോടാണ് പ്രണയമെന്നോ എന്തിനോടാണ് പ്രണയമെന്നോ പറഞ്ഞിട്ടില്ല. യാത്രയും ബോഡി ബിൽഡിങ്ങും ഒക്കെയായി ആണ് റിമി ടോമിയുടെ ജീവിതം. ഇന്ന് ലോകത്തിന്റെ പല കോണുകളിലായി യാത്ര ചെയ്യുന്ന റിമി ഷോയുടെ ഭാഗമല്ലാതെയും അതിനായി സമയം കണ്ടെത്താറുണ്ട്. വിദേശ രാജ്യങ്ങളടക്കം കുടുംബത്തിനൊപ്പമാണ് താരത്തിന്റെ പല യാത്രകളും. വിദേശത്ത് പോകുമ്പോൾ റിമിയുടെ അനുജൻ റിങ്കുവാണ് കൂടെ പോകാറുള്ളത്. ഇത്തവണ റിമിയുടെ ഒപ്പം യാത്ര പോയത് അനുജത്തി റീനു ടോമിയാണ്. തന്റെ കുഞ്ഞുങ്ങളെ പോലും നാട്ടിൽ ഒറ്റയ്ക്കാക്കിയാണ് അനുജത്തി തന്റെ ഒപ്പം യാത്രയ്ക്ക് വന്നതെന്ന് റിമി പറയുന്നു. അനുജത്തിയുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും പകരം നൽകാൻ തന്റെ സ്നേഹം മാത്രമെന്നും റിമി പറയുന്നുണ്ട്. നന്ദി പറയാൻ വാക്കുകൾ പോരെന്നും സ്നേഹം വർണ്ണിക്കാനാകില്ലെന്നും റിമി പറയുന്നു. അനുജത്തിയും അനുജനും നൽകുന്ന സ്നേഹവും പിന്തുണയുമാണ് തന്റെ ശക്തി, കുടുംബമാണ് തന്റെ എല്ലാമെന്നും റിമി ആവർത്തിക്കുമ്പോൾ ആരാധകരുടെ നിരന്തരമായുള്ള ചോദ്യത്തിനും കൂടി ഉത്തരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. സിസ്റ്റർ ലവ് 3 ആഴ്ചത്തെ വിദേശ യാത്രയ്ക്കായി അവളും ഇത്തവണ എന്റെ കൂടെ വന്നു. അതും ആദ്യമായി. സ്നേഹവും കരുതലും നിറഞ്ഞ ഒരു പ്യുവർ ഹാർട്ടാണ് അവൾക്ക് കുഞ്ഞുങ്ങളെ മിസ് ചെയ്യുമായിരുന്നിട്ടും എന്റെ ഒപ്പം വരാൻ തീരുമാനിച്ചു. കൂട്ടുവന്നു. അവളോടൊപ്പമുള്ള അത്രയും സുന്ദരവും മധുരവുമായ വിലപ്പെട്ടതുമായ സമയമാണ് ഇത്. എനിക്ക് കിട്ടിയ വിലമതിക്കാനാകാത്ത നിമിഷങ്ങൾ. എന്റെ ജീവിതത്തിൽ അവളെ ലഭിച്ചതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. ഇത്രയും നിഷ്കളങ്കമായി എന്നെ സ്നേഹിക്കുന്ന ഒരു സഹോദരിയെയും സഹോദരനെയും എനിക്ക് നൽകിയതിന് ദൈവത്തോട് എനിക്ക് അകമഴിഞ്ഞ് നന്ദി അറിയിക്കാനുണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് വേണം എന്നാണ് നടി കുറിച്ചിരിക്കുന്നത്. അതേസമയം വിവാഹമോചനത്തിന് ശേഷം റിമി ടോമിയിൽ ഏറ്റവും പ്രകടമായി കണ്ട മാറ്റം നടിയുടെ ഫിറ്റ്നസ് ആയിരുന്നു. വർക്കൗട്ട് ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച റിമി ടോമി നന്നായി ശരീരഭാരം കുറച്ചു. ഇപ്പോൾ മനസ്സിന്റെ സന്തോഷവും വർക്കൗട്ട് ചെയ്യുന്നത് തന്നെയാണ്. അടുത്തിടെ റിമി ടോമി ഒരു വർക്കൗട്ട് വീഡിയോ പങ്കുവച്ചിരുന്നു. അതിന് താഴെ റിമിക്ക് ഒരു പങ്കാളിയെ കിട്ടാത്തതിലുള്ള തർക്കം ആരാധകർ തമ്മിൽ നടന്നിരുന്നു എന്നും ശ്രദ്ധേയമാണ്. ചേച്ചിക്ക് എത്രയും പെട്ടെന്ന് അടിപൊളി പാർട്ണറെ കിട്ടട്ടെ എന്നായിരുന്നു ഒരാളുടെ കമന്റ്. അതിന് റിമി ഒരു പങ്കാളിയെ കിട്ടാതെ വിഷമിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ച് മറ്റൊരാളും എത്തി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർക്ക് പാർട്ണറെ കിട്ടാതെ സങ്കടപ്പെട്ട് ജീവിക്കുകയാണെന്ന്, അതോ ഭർത്താവ് ഇല്ലാത്തതിൽ വിഷമിച്ച് ജീവിക്കുകയാണെന്ന് അവർ പറഞ്ഞോ എന്ന് ചോദിച്ചായിരുന്നു മറ്റൊരു കമന്റ്. ആരാധകർ തമ്മിലുള്ള വാക്തർക്കത്തിലേക്ക് റിമി പ്രശ്നം പരിഹരിച്ചുകൊണ്ടെത്തിയത്. ഇനി നിങ്ങൾ തമ്മിൽ ഒരു അടി വേണ്ട പ്ലീസ് എന്ന് പറഞ്ഞായിരുന്നു റിമിയുടെ മറുപടി. എന്നാലും അത് പറയാൻ പാടില്ലല്ലോ. സമാധാനത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് വേറെ ചിലർ. ഈ കമന്റിന് മാത്രമല്ല വീഡിയോയ്ക്ക് താഴെ വന്ന മറ്റു പല കമന്റുകൾക്കും റിമി ടോമി മറുപടി നൽകുന്നുണ്ട്. ശക്തമായി മുന്നോട്ട് പോവുക, താങ്കൾ ഒരു പ്രചോദനമാണ് എന്നൊക്കെയുള്ള കമന്റുകൾക്ക് താഴെ റിമി ടോമി സ്നേഹം അറിയിച്ചിട്ടുണ്ട്. അടുത്തിടെ പ്രണയത്തെക്കുറിച്ച് റിമി ടോമി പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു. ഒരു സ്റ്റേജ് ഷോയ്ക്കിടയിൽ പ്രണയഗാനം തന്റെ ആരാധകർക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്ന വേളയിലായിരുന്നു റിമിയുടെ മനസ്സ് തുറന്നുള്ള സംസാരം. പ്രണയമില്ലാത്തവർ ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും പ്രണയമുണ്ടെന്നാണ് റിമി പറയുന്നത്. ജീവിതത്തിൽ വരാൻ പോകുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജന്മം അങ്ങനെ ജീവിച്ചു ഇനി വരുന്ന ജന്മങ്ങളെല്ലാം ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം. നമ്മൾക്ക് എന്തായാലും ദൈവം ഒരാളെ തരും. ആ ഒരാളെ മനസ്സിലേക്ക് കൊണ്ടുപോവാ. അടുത്തില്ലാത്തവർ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. നമ്മുടെ മനസ്സിലേക്ക് അവരെ കൊണ്ടുവന്നിട്ട് അവരും ഇത് കേൾക്കും എന്നാണ് റിമി ടോമി പറയുന്നത്. പിന്നാലെ ആരാധകരും കമന്റുകളുമായി എത്തി. പ്രണയത്തെക്കുറിച്ച് റിമി എത്ര മനോഹരമായാണ് സംസാരിക്കുന്നത്. റിമി ശരിക്കും പ്രണയത്തിലാണോ? സത്യം തുറന്നു പറയൂ. സിനിമാ മേഖലയിൽ നിന്നൊരാളുമായി റിമി വിവാഹിതയാകുന്നു എന്ന് കേട്ടല്ലോ, സത്യമാണോ എന്നെല്ലാമാണ് ആരാധകർ ചോദിക്കുന്നത്. നേരത്തെ സിനിമാ മേഖലയിൽ നിന്നൊരാളുമായി റിമി വിവാഹിതയാകുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. വിവാഹ വാർത്ത പുറത്തു വന്നതോടെ തനിക്ക് ഫോൺ കോളുകളുടെ ബഹളമായിരുന്നു. 2 ദിവസമായി എനിക്ക് തുടർച്ചയായി ഫോൺ കോളുകൾ വരികയാണ്. എല്ലാവർക്കും ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യം, കല്യാണമായോ റിമി? ഞാൻ വിവാഹിതയാകാൻ പോവുകയാണെന്ന് പറഞ്ഞ് പല വീഡിയോകളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതെല്ലാം വ്യാജ പ്രചാരണങ്ങളാണ്. എന്നിൽ നിന്നും യാതൊരു പ്രതികരണവും ലഭിക്കാതെ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രചാരണം നടത്തുന്നതെന്നും മനസ്സിലാകുന്നില്ല. ഭാവിയിൽ വിവാഹകാര്യം സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമെടുത്താൽ ഞാൻ നിങ്ങളോട് പറയും. ഞാൻ പറഞ്ഞാൽ മാത്രം ഇത്തരം കാര്യങ്ങൾ വിശ്വസിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ എന്നുമായിരുന്നു റിമി ടോമി പറഞ്ഞിരുന്നത്. 2008 റിമി ടോമിയുടെ വിവാഹം. ബിസിനസ്സുകാരനായ റോയ്സിനെയായിരുന്നു വിവാഹം കഴിച്ചത്. തൃശൂർ ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ ആഡംബരമായാണ് ഈ വിവാഹം
നടന്നത്. എന്നാൽ 11 വർഷത്തിനു ശേഷം ഇരുവരും വിവാഹമോചിതരായി. ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായതിനാൽ വിവാഹമോചനം അനുവദിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. വിവാഹമോചനം ആരുടെയും കുറ്റമല്ലെന്നും വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് നിലവിൽ ചിന്തിക്കുന്നില്ലെന്നും റിമി ടോമി മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു. ആദ്യ വിവാഹവും അതുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളും ഒന്നും ആരുടെയും കുറ്റമല്ല എന്നും എന്തിനും ഒരു കാരണമുണ്ടെന്ന് വിശ്വസിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നും റിമി ടോമി പഴയൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം നിലവിൽ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നാണ് റിമിയുടെ നിലപാട്. അതേസമയം റോയ്സ് രണ്ടാമത് വിവാഹം കഴിച്ചു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ സോണിയെയാണ് റോയ്സ് വിവാഹം കഴിച്ചത്. 2020 താൻ വീണ്ടും വിവാഹം കഴിച്ച വിവരം റോയ്സ് അറിയിക്കുന്നത്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിരവധി ആളുകളാണ് ആശംസ നേർന്നത്. സോഷ്യൽ മീഡിയയിൽ സജീവമാണ് രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നതും പതിവ് കാഴ്ചയാണ്. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഒരു ചിരി എന്ന ക്യാപ്ഷനോടെയാണ് റോയ്സ് വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത്. ഇരുവരും നടത്തുന്ന യാത്രകളും ചിത്രങ്ങളും മിക്കപ്പോഴും റോയ്സ് സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട്. ഒരിക്കൽ കന്യാസ്ത്രീയാകാൻ ആഗ്രഹിച്ച ആളാണ് താനെന്ന് റിമി ടോമി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ വിവാഹം അതുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളും ഒന്നും ആരുടെയും കുറ്റമല്ല എന്നും എന്തിനും ഒരു കാരണമുണ്ട് എന്ന് വിശ്വസിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നും റിമി ടോമി മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു. റോയ്സുമായുള്ള വിവാഹമോചനത്തിന് ശേഷം റിമി തനിച്ചാണ് താമസം. ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം എന്ന് ചിന്തിക്കുന്ന ആളാണ് റിമി ടോമി. റോയ്സുമായുള്ള വിവാഹമോചനത്തിന്റെ കാരണം ഇതുവരെയും എവിടെയും റിമി ടോമി തുറന്നു പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഫിറ്റ്നസിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന റിമി അതിനായുള്ള ശ്രമങ്ങൾ തുടരുന്നു. എത്ര തിരക്കുണ്ടെങ്കിലും വർക്കൗട്ട് മുടക്കുന്ന കൂട്ടത്തിലല്ല താരം. അതേസമയം അടുത്തിടെ റിമി ടോമിക്ക് കുറിച്ച് സംവിധായകൻ ആലപ്പി ഷോ പറഞ്ഞ കാര്യങ്ങൾ വൈറലായിരുന്നു. സിനിമയുമായോ സംഗീതവുമായോ യാതൊരു പുലബന്ധവും ഇല്ലാത്ത പാലയിലെ സാധാരണ സംഗീത കുടുംബത്തിൽ നിന്നും സ്വന്തം വഴിവെട്ടി അത്യുന്നതകളിൽ എത്തിയ ഗായികയാണ് റിമി ടോമി. കാണികളെ കയ്യിലെടുത്ത് കയ്യടി വാങ്ങാനുള്ള റിമിയുടെ കഴിവ് വേറെ തന്നെയാണ്. സ്റ്റേജ് ഷോകളുടെ വിജയത്തിനായി റിമി ടോമിയുടെ സാന്നിധ്യം ഒരു കാലത്ത് അനിവാര്യമായിരുന്നു. ഏഷ്യാനെറ്റിന്റെ ഒരു ഷോയിൽ അതിഥിയായി വന്ന ഷാറൂഖ് ഖാൻ ആ ഷോയിൽ നൂറുകണക്കിന് താരസുന്ദരിമാരുണ്ടായിട്ടും തന്റെ കൈക്കൊമ്പിൽ കോരിയെടുത്തത് റിമി ടോമിയെയാണ്. റിമിയെ കോരിയെടുത്ത് മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഉടൻ വന്ന് സ്വതസിദ്ധമായ തമാശ നിറഞ്ഞ ഡയലോഗ് "റോയ്സേ പൊയ്ക്കോ, ഞാൻ വരുന്നില്ലെന്ന്" ആർപ്പുവിളികളോടെയാണ് ആ ഡയലോഗിനെ പ്രേക്ഷകർ സ്വീകരിച്ചത്. എന്നാൽ ആ ഡയലോഗിന് അറം പറ്റുമെന്ന് അന്ന് റിമി ഓർത്തു കാണില്ല. റോയ്സും റിമിയും ഇണപിരിയാത്ത സൂപ്പർ ജോഡികളായാണ് എല്ലാവരും കണ്ടിരുന്നത്. എന്നാൽ അവരാണ് പിരിഞ്ഞത്.